ഭഗവാൻ ശിവനും മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപത്തിനും ജനിച്ച പുത്രനാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് അയ്യപ്പനെ ഹരിഹരപുത്രൻ എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ ദുഷ്ടശക്തികൾ ശക്തരായപ്പോൾ അവരെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് അയ്യപ്പൻ അവതരിച്ചത്. അയ്യപ്പൻ ജനിച്ച ഉടൻ തന്നെ ശിവൻ അദ്ദേഹത്തെ പമ്പാ നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചു. അക്കാലത്ത് കുട്ടികളില്ലാതെ ദുഃഖിച്ചിരുന്ന പന്തളം രാജാവ് രാജശേഖരൻ ഈ കുട്ടിയെ കണ്ടെത്തുകയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം മകനായി വളർത്തുകയും ചെയ്തു. കഴുത്തിൽ മനോഹരമായ ഒരു മണിമാല ഉണ്ടായിരുന്നതുകൊണ്ട് രാജാവ് അദ്ദേഹത്തിന് മണികണ്ഠൻ എന്ന് പേര് നൽകി. മണികണ്ഠൻ വളർന്നു വലുതായപ്പോൾ ദേവന്മാരെയും ലോകത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു അസുരശക്തിയുണ്ടായിരുന്നു. മഹിഷി എന്നായിരുന്നു അവളുടെ പേര്. ശിവന്റെയും വിഷ്ണുവിന്റെയും ശക്തി ഒന്നുചേർന്ന ഒരാൾക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം അവൾക്ക് ലഭിച്ചിരുന്നു. അതായത് ഹരിഹരപുത്രന് മാത്രമേ അവളെ വധിക്കാൻ കഴിയൂ. മണികണ്ഠൻ വളർന്നു വലുതായപ്പോൾ രാജാവിന്റെ എല്ലാ പ്രജകൾക്കും പ്രിയങ്കരനായി മാറി. ധൈര്യവും ജ്ഞാനവും ഒരുമിച്ച ഈ രാജകുമാരനെ അടുത്ത യുവരാജാവായി വാഴിക്കാൻ രാജാവ് തീരുമാനിച്ചു. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ രാജ്ഞിക്കും രാജാവിനും സ്വന്തമായി ഒരു മകൻ പിറന്നു. രാജ്ഞിക്കും അവളുടെ ദുർബുദ്ധിയായ സഹോദരൻ മന്ത്രിക്കും സിംഹാസനം രാജ്ഞിയുടെ മകന് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മണികണ്ഠൻ രാജാവായാൽ അത് നടക്കില്ലെന്ന് അവർ ഭയപ്പെട്ടു. അങ്ങനെ മന്ത്രി ഒരു കുതന്ത്രം ആസൂത്രണം ചെയ്തു. രാജ്ഞിക്ക് കഠിനമായ രോഗം ആണെന്ന് മന്ത്രി കള്ളം പറഞ്ഞു പരത്തി. വൈദ്യൻ രാജസദസ്സിൽ വന്ന് പ്രഖ്യാപിച്ചു, മഹാരാജാവേ, രാജ്ഞിയുടെ രോഗം മാറണമെങ്കിൽ പുലിപ്പാൽ മാത്രമേ മരുന്നായുള്ളൂ. എത്രയും പെട്ടെന്ന് അത് കൊണ്ടുവരണം. പുലിപ്പാൽ. അത് കേട്ട് കൊട്ടാരം അമ്പരന്നു. വന്യമൃഗങ്ങൾ നിറഞ്ഞ വനത്തിൽ കയറി പുലിപ്പാൽ കൊണ്ടുവരിക എന്നത് ജീവൻ പണയം വെച്ചുള്ള ദൗത്യമാണ്. ഈ ദൗത്യത്തിനിടയിൽ മണികണ്ഠൻ വനത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിക്കുമെന്നും അതോടെ തങ്ങളുടെ മകന് രാജാവാകാൻ വഴി തുറക്കുമെന്നും രാജ്ഞിയും മന്ത്രിയും കണക്കുകൂട്ടി. എന്നാൽ മണികണ്ഠൻ വെറുമൊരു രാജകുമാരനായിരുന്നില്ല. തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള സമയമായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടൻ തന്നെ മണികണ്ഠൻ, ഞാൻ പോയി പുലിപ്പാൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വനത്തിലേക്ക് യാത്രയായി. വനത്തിൽ വെച്ച് ലോകത്തെയാകെ ദുരിതത്തിലാഴ്ത്തിയിരുന്ന മഹിഷി എന്ന അസുരശക്തിയുമായി മണികണ്ഠൻ ഏറ്റുമുട്ടി. ശിവന്റെയും വിഷ്ണുവിന്റെയും ശക്തി ഒന്നുചേർന്ന ഒരാൾക്ക് മാത്രമേ തന്നെ വധിക്കാനാകൂ എന്ന വരബലമുണ്ടായിരുന്ന മഹിഷിക്ക് മണികണ്ഠന്റെ രൂപത്തിൽ വന്ന തന്റെ അന്തകനെ തിരിച്ചറിയാനായില്ല. ഉഗ്രമായ യുദ്ധത്തിനൊടുവിൽ മണികണ്ഠൻ മഹിഷിയെ നിഗ്രഹിച്ചു. ഇതോടെ മണികണ്ഠന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി. മണികണ്ഠനാൽ വധിക്കപ്പെട്ട മഹിഷി ശാപവിമുക്തയായി മാളികപ്പുറത്തമ്മ എന്ന സ്ത്രീയായി മാറി. അവൾ മണികണ്ഠനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മണികണ്ഠൻ താൻ നിത്യബ്രഹ്മചാരിയാണെന്നും ശബരിമല കയറാൻ പുതിയ അയ്യപ്പന്മാർ വരാതിരിക്കുന്ന ഒരു കാലത്ത് വിവാഹം കഴിക്കാം എന്നും മാളികപ്പുറത്തമ്മക്ക് വാക്കു നൽകി. തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മണികണ്ഠൻ തനിക്കായി ക്ഷേത്രം പണിയണമെന്ന് പന്തളം രാജാവിനോട് ആവശ്യപ്പെട്ടു. ലോകത്തിന് എന്നും ആശ്രയമായി നൈഷ്ഠിക ബ്രഹ്മചാരിയായി മണികണ്ഠൻ ശബരിമല എന്ന മലയിൽ ശ്രീധർമ്മശാസ്താവായി ഇരിപ്പുറപ്പിച്ചു. ശബരിമല അയ്യപ്പക്ഷേത്രത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥാനങ്ങളിലൊന്നാണ് 18-ാം പടി. അയ്യപ്പദർശനത്തിനായി 41 ദിവസത്തെ കഠിനവ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി എത്തുന്ന ഭക്തർക്ക് മാത്രമേ ഈ പടികൾ ചവിട്ടി അയ്യപ്പസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഈ 18 പടികൾ വിവിധ ആത്മീയ തത്വങ്ങളെയും മനുഷ്യന്റെ അവസ്ഥാന്തരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക് എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. 6 മുതൽ 13 വരെയുള്ള 8 പടികൾ അഷ്ടരാഗങ്ങളെ അഥവാ മനുഷ്യന്റെ 8 വൈകാരിക ഭാവങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംഭം, അസൂയ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. 14 മുതൽ 16 വരെയുള്ള 3 പടികൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയെ സൂചിപ്പിക്കുന്നു. അവസാനത്തെ 2 പടികൾ 17ഉം 18ഉം യഥാക്രമം അവിദ്യയെ അഥവാ അജ്ഞാനത്തെയും വിദ്യ അഥവാ ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. ഈ 18 പടികൾ കയറി അയ്യപ്പസന്നിധിയിലെത്തുമ്പോൾ ഭക്തൻ ഈ 18 അവസ്ഥകളെയും നിയന്ത്രിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് അടുക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് 18-ാം പടി ചവിട്ടിക്കയറുക എന്നത് ഭക്തന്റെ സത്യധർമ്മത്തിലുള്ള ഉറപ്പിന്റെയും വ്രതശുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കുന്നു. 18-ാം പടിക്ക് ചുറ്റുമുള്ള 18 മലകളിലെ മലദൈവങ്ങളെയാണ് ഓരോ പടിയും പ്രതിനിധാനം ചെയ്യുന്നത് എന്നും ഒരു വിശ്വാസമുണ്ട്. ഈ മലകളുടെ നടുവിലാണ് അയ്യപ്പന്റെ പൂങ്കാവനം സ്ഥിതി ചെയ്യുന്നത്. തുടക്കത്തിൽ കരിങ്കല്ലിൽ തീർത്ത ഈ പടികൾ പിന്നീട് ഭക്തർ തേങ്ങയുടച്ചതിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ പഞ്ചലോഹം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിച്ചു. ശബരിമല തീർത്ഥാടനത്തിന്റെ അത്യുന്നതമായ ഒരു ചടങ്ങാണ് ഈ പടികയറ്റം. ഭഗവാനെ ദർശിക്കാൻ ഈ പടികൾ ചവിട്ടിക്കയറുന്ന ഓരോ ഭക്തനും ലഭിക്കുന്നത് നിരാമയനും നിത്യനുമായ ഈശ്വരന്റെ സൂക്ഷ്മമായ സാന്നിധ്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും ഐശ്വര്യപൂർണവും ഭക്തനിർഭരവുമായ ചടങ്ങുകളിലൊന്നാണ് തങ്ക അങ്കി ഘോഷയാത്ര. മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള സ്വർണ്ണാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഈ രഥയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുന്നു. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ വിഗ്രഹത്തിൽ മണ്ഡലപൂജയുടെ സമയത്ത് ചാർത്തുന്ന 450-ൽ അധികം പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് തങ്ക അങ്കി എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ അവസാന മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1973-ലാണ് ഈ തങ്ക അങ്കി ശബരിമലക്ക് സമർപ്പിച്ചത്. ഈ വിശുദ്ധ ആഭരണങ്ങൾ വർഷം മുഴുവനും സൂക്ഷിക്കുന്നത് പത്തനംതിട്ടയിലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലാണ്.
മണ്ഡലപൂജയ്ക്ക് കൃത്യം 4 ദിവസം മുൻപാണ് തങ്ക അങ്കി ഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. ഭക്തർക്ക് ദർശനം നൽകിയ ശേഷം ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ പ്രത്യേകം അലങ്കരിച്ച രഥത്തിൽ സായുധ പോലീസ് അകമ്പടിയോടെയാണ് തങ്ക അങ്കി ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരം 4 ദിവസം കൊണ്ട് പിന്നിടുന്ന ഈ ഘോഷയാത്രയ്ക്ക് വഴിയിലുടനീളമുള്ള വിവിധ ക്ഷേത്രങ്ങളിലും പ്രധാന സ്ഥലങ്ങളിലും ഭക്തജനങ്ങൾ നിറപറയും നിലവിളക്കുമായി ഗംഭീര സ്വീകരണം നൽകുന്നു. 4ാം ദിവസം ഉച്ചയോടെ രഥഘോഷയാത്ര പമ്പയിലെത്തുന്നു. അവിടെ നിന്ന് ദേവസ്വം അധികൃതരുടെയും അയ്യപ്പസേവാസംഘം പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തങ്ക അങ്കി പേടകത്തിലാക്കി ശിരസിലേറ്റി പരമ്പരാഗത കാൽനടയാത്രയിലൂടെ സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നു. തങ്ക അങ്കി സന്നിധാനത്ത് എത്തിച്ചേരുന്ന ദിവസം വൈകുന്നേരം ഈ ആഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി പ്രത്യേക ദീപാരാധന നടത്തുന്നു. പിറ്റേ ദിവസം ഉച്ചക്കാണ് തങ്ക അങ്കി ചാർത്തിയുള്ള പ്രധാനപ്പെട്ട മണ്ഡലപൂജ നടക്കുന്നത്. ഇതോടെ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാവുന്നു. ഈ ദിവസങ്ങളിൽ തങ്ക അങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിക്കാൻ 10,000-കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത്. ഈ ദർശനം അത്യധികം പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. ശബരിമല തീർത്ഥാടനത്തിന്റെ സമാപനം കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് മകരവിളക്ക് മഹോത്സവം. എല്ലാ വർഷവും മലയാളം കലണ്ടറിലെ മകരം 1-ാം തീയതിയാണ് ഈ പുണ്യദിനം. മകരസംക്രമ ദിവസം ഉച്ചയോടെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. തിരുവാഭരണപ്പെട്ടി ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷം വൈകുന്നേരമുള്ള മഹാദീപാരാധനയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ഈ ആഭരണങ്ങൾ ചാർത്തും. ഈ ദർശനം ഭക്തർക്ക് പരമമായ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. മകരസംക്രമ ദിവസം വൈകുന്നേരം തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്ന അതേ സമയത്ത് ശബരിമലയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള പൊന്നമ്പലമേട് എന്ന മലയുടെ മുകളിൽ 3 തവണ ദീപം തെളിയിക്കുന്ന ചടങ്ങാണ് മകരവിളക്ക് എന്നറിയപ്പെടുന്നത്. ഇത് ശാസ്താവിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന പൊന്നമ്പലമേട്ടിലെ വനക്ഷേത്രത്തിൽ നടത്തുന്ന പ്രതീകാത്മകമായ ദീപാരാധനയാണ്. പണ്ടുകാലത്ത് ആദിവാസി വിഭാഗക്കാരാണ് ഇവിടെ വിളക്ക് തെളിയിച്ചിരുന്നത് എന്നാണ് ഐതിഹ്യം. ഈ വിളക്ക് ദർശിക്കുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ തടിച്ചുകൂടുന്നത്. മകരം 1-ാം തീയതി സൂര്യൻ ധനു രാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സംക്രമിക്കുന്ന മകരസംക്രമ ദിനമാണ്. ഈ ദിവസം മുതലാണ് ഉത്തരായന കാലം ആരംഭിക്കുന്നത്. പുണ്യകർമ്മങ്ങൾക്കും മോക്ഷത്തിനും ഉചിതമായ കാലമായാണ് ഉത്തരായനം കണക്കാക്കപ്പെടുന്നത്. മകരവിളക്ക് തെളിയുന്ന സമയത്ത് തന്നെ കിഴക്ക് ആകാശത്ത് ഉദിച്ചുയരുന്ന ദിവ്യമായ നക്ഷത്രത്തെയാണ് മകരജ്യോതി എന്ന് ഭക്തർ വിശ്വസിക്കുന്നത്. ഈ നക്ഷത്രം അയ്യപ്പന്റെ ദിവ്യസാന്നിധ്യത്തിന്റെ പ്രതീകമാണെന്നും തപസ്സനുഷ്ഠിക്കുന്ന അയ്യപ്പസ്വാമി യോഗനിദ്രയിൽ നിന്നുണരുന്നതിന്റെ സൂചനയാണിതെന്നും ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. മകരജ്യോതി ദർശനം പാപങ്ങൾ അകറ്റുമെന്നും മോക്ഷം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി ഭാരതീയ ആത്മീയതയുടെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും മഹാപ്രതീകമായി ലോകമെമ്പാടും നിലകൊള്ളുന്നു. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.